ഹലോ ഡിയേഴ്സ്. അങ്ങനെ ഉത്രാളിക്കാവിൽ പോകുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ ഉത്രാളിക്കാവിൽ പോകാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ചെയ്തായിരുന്നു. വെളുപ്പിനേക്ക് എഴുന്നേറ്റ് രാവിലെ പോകണം, ആ ഒരു വ്യൂ ഒക്കെ കാണണമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തു. പക്ഷേ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് 7:30 കഴിഞ്ഞു. പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് അടുത്തായിരുന്നു കേട്ടോ, ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളായിരുന്നു അമ്പലത്തിലോട്ട്. അതുകൊണ്ട് തന്നെ നടന്ന് പോകാമെന്ന് തന്നെ വിചാരിച്ചു. ആ വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ആ റോഡും ആ വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് സ്പാർക്ക് അടിക്കാന്നൊക്കെ പറയില്ല, അതുപോലൊരു വ്യൂ ആയിരുന്നു ആ അമ്പലം. പുറകെ കൂടെ ഇങ്ങനെ ട്രെയിനൊക്കെ പോകുന്ന ആ വ്യൂവും, ഫ്രണ്ടിൽ ഒരുപാട് മൈതാനം പോലത്തെ സ്ഥലവും, അതിൻ്റെ നടുക്കായിട്ട് കുഞ്ഞൊരു അമ്പലവും. നല്ല രസമുണ്ടായിരുന്നു അമ്പലം. അമ്പലത്തിനകവും നല്ലതായിരുന്നു, ആ ചുറ്റുപാടും നല്ലതായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആരുടെയോ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ആ കല്യാണമൊക്കെ കണ്ടു. അവർ ബന്ധുക്കൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കല്യാണമൊക്കെ കണ്ടിട്ട് അകത്ത് തൊഴാൻ കയറി. തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ പുറത്ത് ഫോട്ടോ എടുക്കലായി. കാരണം നമ്മൾ അമ്പലത്തിലെത്തി, നമ്മൾ അമ്പലത്തിൽ പോയി എന്നതിന് എന്തെങ്കിലുമൊക്കെ തെളിവ് വേണമല്ലോ. അപ്പോൾ മാറി മാറി നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള പിന്നൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി വീഡിയോസ്. പിന്നെ നേരെ വീട്ടിലെത്തിയിട്ട് ഉച്ചക്കലത്തേക്കുള്ള കറിക്ക് അവിടുത്തെ ചേട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവളുമാർ അതിരുന്ന് അരിയാണ്, ഉള്ളി ഇരുന്ന് അരിയാണ്. ഞാൻ എൻ്റെ അടുത്തിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി അധ്വാനിക്കാൻ 3-4 പേരുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളി അറിയാമല്ലോ, അരിയുന്നത് വേറെ ആളാണെങ്കിലും നമ്മളുടെ കണ്ണ് നിറയും. ഞാനപ്പോൾ എൻ്റെ കണ്ണ് നിറയുന്ന കാര്യം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ പറയും കണ്ണ് നല്ല രീതിയിൽ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളങ്ങനെ അടുക്കളപ്പണികളൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അവൾ ഇതിനു മുന്നേ അവളുടെ റൂമിലോട്ട് ചെന്ന സമയത്ത് കിഴങ്ങ് എന്തോ പൊളിച്ചപ്പോൾ തെറ്റായിട്ട് ചെയ്ത്. അപ്പോൾ അതിൻ്റെ കാര്യം അവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് അതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ ഉള്ളി എരിയാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. പിന്നെ എവിടെ പോയാലും എൻ്റെ കൊച്ചു ചൂല് വിടില്ല. ചൂല് എടുത്ത് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ ആ ചേട്ടന്മാരുമായിട്ട് പോയി. അപ്പുറത്തെ പറമ്പിലെങ്ങാണ്ട് കണ്ട മാവാണ്, അതിൽ നിന്ന് മാങ്ങ പറിക്കാൻ ആ ചേട്ടനെയും വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അത് കൊണ്ടുവന്ന് ഉപ്പും മുളകും ഇട്ട് കഴിക്കലായിരുന്നു പിന്നത്തെ പരിപാടി. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കൂട്ട് ഞങ്ങളിവിടെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. അത് രാത്രിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ